ഗൈസ് ഇതെന്താണ് ചെയ്യുന്നത് ഗൈസ്? ഗൈസ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇതാക്കിയ സാരിയാണ്, പെയിന്റ് അടിച്ച സാരിയാണ്, ഡിസൈൻ ചെയ്ത സാരിയാണ്. വേറെ ബി ജെ പിന്റെ അടുത്ത നേതാവാകാൻ പോവുകയാണ് അല്ലമ്മ. ഇത് ഞാൻ ആക്കിയതായിരുന്നു നല്ലത്, എന്നിട്ട് അത് ഇവിടെയാണ് നമ്മളുടെ ബ്ലോഗ് ആരംഭിക്കുന്നത്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് അല്ലമ്മ. ട്രിപ്പ് അമ്പലങ്ങളിലേക്കും പിന്നെ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കും എല്ലാം പോകുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ കാണുന്നത്. സെറ്റായ അത് ഇല്ല അച്ഛൻ ഇപ്പൊ ഇറങ്ങിയാല് ഇതാവും അല്ലേ, കോമഡി ആവും. വളരെ കൂട്ടാണ്ടാവും. സഞ്ചിയെല്ലാം ഉണ്ട് കൈമല്. അത് ഗുളിക സഞ്ചിയാ, അത് എടുക്കണോ? എടുത്തോ. ഉച്ചക്കൊരു ഗുളികയുണ്ട് കുടിക്കാൻ ഭക്ഷണത്തിന്. ഇറങ്ങ്. അത് വെറുതെ ഒരു കറക്കോ. പറശ്ശിനിക്ക് അങ്ങനെയല്ല പോവാൻ. പറശ്ശിനിക്ക് അങ്ങനെ പോകാൻ വേണ്ടി വാതിലടിച്ചിനടാ. പിന്നെ വാതിലടക്കാണ്ട് കേറി മോൺ തുറന്നു തരണോ? കയറിയിരിക്കേ, കുത്തിയിരിക്കേ. ബാക്കിലായിരിക്കണ്ടേ? ഇങ്ങനെ നിങ്ങളെ ബാക്കിലിരുന്നു, ഒന്നിച്ചിരുന്നു. വാ അടി അയ്യറേ ബാക്കിൽ ഒന്നിച്ചിരുന്നിട്ട് വേഗം കേറി. ആ സ്വഭാവം തിരിയിട്ട് കേറി തലേറ്റ് മുട്ടിപ്പോ അച്ഛനും കേറി. കാലെല്ലാം ഉള്ളിലാക്കിയാ വെള്ളം എടുത്തില്ല. വെള്ളം എടുത്തും വെള്ളം. ഹായ് ഗൈസ്, നമ്മള് പറശ്ശിനിക്കേക്ക് പോവുകയാണ്. അച്ഛനും വർത്താനം പറ, അച്ഛൻ്റെ അടുക്കേ മൈക്കുള്ള. അല്ല, നമ്മള് 27 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ്. ഒന്ന് ഇത് മൈക്ക് പ്രസംഗിക്കുന്ന പോലെ പറയുന്നു. ഇന്ന് അനിത എവിടെയെല്ലാം പോകണമെന്ന് പറയുന്ന ആ സ്ഥലത്തെല്ലാം പോക്കാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് പറശ്ശിനിക്കടവിലേക്കാണ്. നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഓടിക്കുന്നതെന്ന് അറിയില്ലേ, റോഡ് പറഞ്ഞതാണ്. പോകാൻ അറിയില്ലെങ്കിൽ നീ പോണ്ട. നമുക്ക് ഇവിടെ നിർത്താം. ബോട്ട് പോയാൽ കുറേ ടൈം എടുക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പറശ്ശിനിക്കടവിലേക്ക് നടന്നു. എൻ്റെ ഫോണിലെ സ്റ്റോറേജ് എല്ലാം ഫുള്ളായിട്ടാണ് ഉള്ളത്. ഇന്നത്തെ ദിവസത്തെ ഓർമ്മകളെല്ലാം നമുക്ക് വീഡിയോ ആക്കിയിട്ട് മാറ്റണം. ഞാൻ പറശ്ശിനിക്ക് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. എനിക്ക് ഷൂ എല്ലാം കഴിച്ചു വെക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് ഇവർ കയറിയിട്ട് ഇറങ്ങുന്നത് വരെ ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ ദൈവം തൂണ്ടും തുരുമ്പിലെല്ലാം ഉണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് അവിടെ ഒരു സ്റ്റീൽ കമ്പിയും ചാരി നിന്നു. പിന്നെ അവിടെ 100 രൂപയ്ക്ക് ഫോട്ടോ കോപ്പിയടക്കം എടുത്തു കൊടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുക്കാൻ നിന്നതാണ്. പക്ഷേ ഫ്രെയിമെല്ലാം ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് 2 ഫോട്ടോ, ഒരു A3 സൈസും ഒരു A4 സൈസും ഫ്രെയിമെല്ലാം ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് 1500 രൂപ അവിടെ പോയി. അത് എൻ്റെ വക ഇവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തു. പിന്നെ മെല്ലനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അമിഷെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടുത്തെ ഭാര്യ ഇവിടെ കാണുന്നില്ല. പിന്നെ ഭാര്യയും മോളെയും കാണാണ്ടായി. ഏടിയോ എന്തെല്ലോ വാങ്ങാൻ വേണ്ടിയിട്ട് കയറ്റിട്ട് പിന്നെ കണ്ടിട്ടില്ല. നമ്മൾ കുറേ സമയം ഇങ്ങനെ പരുത്തി നടന്നു. ഭാര്യനെ കാണാനില്ല.
അങ്ങനെ കുറേ സമയത്തിന് ശേഷം അവരെ തിരിച്ചു കിട്ടി. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അവർ വന്നു. അങ്ങനെ നമ്മൾ ധർമ്മശാല വഴി അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ലോക്കൽ സ്ഥലത്തെത്തിയാൽ വീഡിയോ എടുക്കും. പാപ്പിനിശ്ശേരി എത്തി ഫുഡെല്ലാം കഴിച്ച ശേഷം ഞാൻ ഡ്രൈവിംഗ് സീറ്റ് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. സിംഗപ്പെണ്ണ് സിംഗപ്പെണ്ണ് നമ്മളെ സിംഗപ്പെണ്ണ് വണ്ടി ഓടിക്കുന്നുണ്ട്. ഗായ്സ് നമ്മളെ സിംഗപ്പെണ്ണ് വണ്ടി ഓടിക്കുന്നുണ്ട്. വളപട്ടണം പാലത്തിലെ കൂടിയാണ് ഓടിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വെച്ചോ, അതാണ് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. മുമ്പിൽ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എനിക്ക് ഇത്ര വണ്ടികളെടുത്ത് ഓടിക്കാൻ പേടിയാ. ആ ബാക്കിലുള്ളവർ വിചാരിക്കുന്നുണ്ട് ഇവക്കെന്നാ പോയിക്കൂടെ. അതൊക്കെ പറ്റിയാണ് നമുക്ക് അപ്പാട് എടുത്ത ജയിലിലാക്കാം. സെൻട്രൽ ജയിൽ. വണ്ടി ഓടിക്കും. നല്ല എൻ്റർടൈനിങ് ആയ അനിയത്തിൻ്റെ ഡ്രൈവിങ്ങിന് ശേഷം പിന്നെ വണ്ടി എടുത്തത് അച്ഛനാണ്. നമ്മളങ്ങനെ ചക്കരക്കല്ല് ഷോപ്പിലേക്ക് വിട്ടു. അമ്മേനെ കിട്ടുന്നുണ്ടോ ഗൈസ്? അങ്ങനെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ ഷോപ്പിലെത്തി, ചക്കരക്കല്ല് ഹെന്ന കളക്ഷൻസ്. എന്നിട്ട് അവിടുന്ന് ഗീതേച്ചിനില്ലെന്ന് കണ്ട് ഇന്ന് ഫുള്ള് ഡ്യൂട്ടി ഗീതേച്ചിക്കായിരുന്നു. അടുത്തായിട്ട് നമ്മളെ യാത്ര കോളയാടേക്കാണ്. കോളയാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾ ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരാളുടെ അടുത്ത് കയറി. അമ്മേൻ്റെ സ്കൂളിലൊരു ഫ്രണ്ടാണ്, തൂക്കലങ്ങാടി പഠിക്കുന്ന സമയത്ത് ഉണ്ടായൊരു സീനിയറാണ്. അവരുടെ ഷോപ്പിലേക്ക് നമ്മളൊന്ന് കയറി. വരക്കാൻ തുടങ്ങി. ചെയ്യുന്നവര് വേമ്പേം ചെയ്യും. പിന്നെ കൂത്താറിന്റെ കുഞ്ഞിക്കണ്ണാട്ടിനല്ലേ പണ്ട് നിങ്ങൾ സ്കൂൾ പഠിച്ചില്ലേ? തൊക്കലാണി സ്കൂളിൽ സ്കൂളിൽ കുഞ്ഞിക്കണ്ണാട്ടില്ലേ ഹോട്ടലിൽ നടത്തുന്നത്? ആൻഡോൻ ഹോട്ടൽ അറിയാനാ? ആ ആൻഡോൻ ഹോട്ടലിന്റെ ഇപ്പുറത്ത് ചെറിയ കുഞ്ഞിക്കണ്ണാട്ടിന്റെ ചെറിയൊരു പീടിയുണ്ട്. പവന്ന ഇങ്ങനെ സൗണ്ടാടി ഞാൻ ഇതേ സൗണ്ട് തന്നെയാണ് പറഞ്ഞത്. നമ്മളിപ്പോ എന്റെ ഷോപ്പിൽ വന്നിട്ട് ഒരു കൂത്തുപറമ്പില് അത് ദോശ കൂടാൻ എടുത്തോ. പിന്നെ കമ്പി പിന്നെ സാമ്പാറിന്റെ ഇവിടുന്ന് ഒരു പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഴയ ഓർമ്മകളിലേക്കെല്ലാം ഒന്ന് പോയി. വെറുതെ പറയുന്നേ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഞാൻ ഡോറെല്ലാം തുറന്നു കൊടുത്തു. ഇങ്ങനെ രാജകീയമായിട്ട് ഇങ്ങനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വലിയ വ്ളോഗിൽ എങ്ങനെ സൗണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ സൗണ്ട് ഭയങ്കര എനർജി കുറവായിട്ടുള്ള നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതെല്ലാം ക്ഷമിക്കുക, നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകാം. ഇതിപ്പം നമ്മളടുത്ത സ്പോട്ടിൽ ആ സ്പോട്ടിൻ്റെ പേര് കാണിച്ചാൽ എനിക്ക് പേര് പറയാൻ കിട്ടൂ, അതുകൊണ്ട് പേര് കാണിക്കട്ടെ. നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം, അവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിങ്ങൾ ഈ സ്ഥലമെല്ലാം കണ്ടിട്ടുണ്ടാവും. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഇപ്പോൾ അടുത്ത് കുറേ ആൾക്കാരെല്ലാം വന്നിട്ട് അങ്ങനെ നല്ല ഫേമസ് ആയി. ഇപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ കുറേ പിന്നെ സ്വാമിമാർ അങ്ങനെ അവരെല്ലാം കുളിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കണ്ടപ്പോൾ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ തോർത്ത് മാത്രമേ അമ്മ എടുത്തിട്ടുള്ളൂ. ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നിന്ന് കുളിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്തും കൂടി പോകാണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ നാട്ടിലുണ്ട്. അപ്പം അവളെ വിളിച്ച് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടെ പറഞ്ഞതുകൊണ്ട് അവളെപ്പോൾ വരുമോ എന്നുള്ള ആകാംക്ഷയിൽ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം എന്നായിരുന്നു. അവിടെ നിന്ന് ഞാൻ അനിയത്തിനെ ക്യാമറാമാനാക്കി. അങ്ങനെ അവളെൻ്റെ പിറകെ ക്യാമറ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മടിയാണ്. ദുഷ്ട നടക്ക്. പിന്നെ എനിക്ക് പോണത് ഇങ്ങ വെക്ക താരി കയറ്റണ എനിക്ക് ഇങ്ങ വാ. ഈ പിള്ളേരെ നല്ല സുഖല്ലേ, ഇവരെല്ലാം സുഖം. നല്ല സ്ഥലല്ലേ ഇത്? സാരി വെക്കാനാ? അല്ല, ഇത് നല്ല ഒഴുക്കുണ്ട് ഇതിന്. കാല് സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നില്ലേ നമ്മളങ്ങനെ? എവിടെയുള്ളത്? അങ്ങനെ നമ്മൾ അരുവിയാ തോടാ എന്നത് അതെല്ലാം മുറിച്ച് കിടന്ന അമ്പലത്തിലെത്തി തൊഴുതു. അമ്പലത്തിൽ നിന്ന് ചന്ദനമൊക്കെ കിട്ടി. ചന്ദനമൊക്കെ വയ്യേ പറയാറ്. ഇതെല്ലാം അതെന്റെ മുടിക്ക എവിടെയെല്ലാം കുത്തി വെക്കണം, ഇവിടെ കുത്തണം. ചന്ദനം എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇങ്ങനത്തെ അമ്പലം. എനക്കും അച്ഛനും കുറച്ച് അത്യാവശ്യം തിരക്കെല്ലാം കൂട്ടത്തിലാണ്. ഇവർക്കൊരു തിരക്കുമില്ല, ഇവരിങ്ങനെ മെല്ലനെ നടന്നു വരികയ്യ. അതുകൊണ്ട് നമ്മൾ മുന്നേ നടന്നു. അച്ഛൻ അന്നേയും കാട്ടിയും കുറച്ചും കൂടി തിരക്കധികം. അതുകൊണ്ട് അച്ഛൻ അങ്ങ് പോയി. ഞാനൊന്നുമില്ലെങ്കിലും ഇവരെ വെയിറ്റ് ചെയ്തിട്ട് ആടിയിട്ടെല്ലാം നിൽക്കുകയെല്ലാം ചെയ്യും. പിന്നെ പുറത്തിറങ്ങിയ ശേഷം അച്ഛൻ ഒരു കോളെല്ലാം വന്നിട്ട് പിന്നെ ഒറ്റ നടത്തങ്ങ് നടന്നു. നമ്മളൊന്ന് ഫോട്ടോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാണുന്നതൊന്നും കൂട്ടണ്ട, ഇതിന് ശേഷമാണ് ആ നടത്തം നടന്നത്. കണ്ട പുഴേൻ്റെ അക്കരെ എത്തി. ഫോട്ടോ എടുത്തിട്ടുണ്ട്, നല്ല വൃത്തി ഉണ്ടാവും. അച്ഛൻ ഇങ്ങനെ ഫോണും വിളിച്ച് പോകാണ്ട് തന്നെ നമ്മൾ മൂന്നാളും കൂടി ഫോട്ടോ എടുക്കാനെല്ലാം തുടങ്ങി. ഇവിടെ അക്കരെ ഇക്കരെയെല്ലാം നിന്നിട്ട് എന്തെല്ലോ നമ്മൾ ഫോട്ടോ എടുത്തു. വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ആളുണ്ട്, കുറച്ച് ഇങ്ങോട്ടേക്ക്. അതൊന്നും പറ്റില്ല അനക്ക്. ഈ സാരി നിങ്ങളെല്ലാം ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ നാളായിട്ട് അമ്മ തന്നെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സാരിയാണ്. ഇത് ഇന്നാണ് കംപ്ലീറ്റ് ആക്കി ഉടുത്ത് പുറത്തിറങ്ങിയത്. പിന്നെയും അവിടുന്ന് കുറേ സമയം തിരിഞ്ഞു കളിച്ച് നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടെല്ലാം തപ്പി ഇങ്ങനെ നടന്നു. അങ്ങനെ നമുക്ക് ഒരു ചെരിഞ്ഞ മരവും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം കിട്ടി. ഇതാകണ്ട മാറിയിരിക്കുന്നുണ്ട്.
ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട ഇതായത് തൂങ്ങാൻ വേണ്ടിയിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പൊട്ടാനല്ല, അതിന് കൈ ഇതാവണ്ടേ തൂങ്ങണമെങ്കിൽ. ക്യാമറയിൽ നോക്കരുത്. ഇരുപത്തേഴ് വർഷം മുന്നേ നവംബർ 15 അതായത് 98 നവംബർ 15 ഇവർ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ജനിച്ചു. പിന്നെ ഒരു 4 വർഷം കഴിയുമ്പോഴാണ് എൻ്റെ അനിയത്തി ജനിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പം കഴിഞ്ഞ്, അത് നല്ല അടിപൊളിയായിരുന്നു. ഇനി സെക്കൻഡ് ഫേസിൽ ഞാനാണ് കുടുംബഭാരമൊക്കെ താങ്ങേണ്ടത്. അപ്പം ഞാനതിന് തയ്യാറെടുപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്തായിട്ട് നമ്മളെ യാത്ര ശിശിരൻ്റെ വീട്ടിലേക്കാണ്. നമുക്കങ്ങനെ വെറുതെ വീട്ടിലേക്ക് ഇരിച്ചെല്ലാൻ പറ്റില്ലല്ലോ. ചായയിലാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് ചായക്കടിയെല്ലാം കൊണ്ടുപോകണ്ടേ. മുതലാളി ആ സാധനം അതിനുള്ള കൂടി പോന്നേ. അങ്ങനെ പറയാം. അടുത്ത കലയാവിട്ടുമ്പോ 3-4. ഇത് 1-2. ഇതൊന്നും 2. ഒരു എക്സസൈസും കൂടിയാണ്. പക്ഷെ ഇതിന്റെ പൊടി ഭയങ്കര അലർജി ഭയങ്കര പൊടിയുണ്ടല്ലോ. ചിക്കൻ എങ്ങനെയാ മണം ഉണ്ടാവും? ചിക്കൻ്റെ മണം ഇനി അമ്മേനെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം. ഒന്ന് തുടക്കാൻ മാത്രമേ വരൂ. അടിച്ച് തുടച്ചെടുക്കും. നമുക്ക് നമ്മളെ ചെറിയ വീടായിട്ട് തന്നെ ഞാൻ മേലെയെല്ലാം ഒരിക്കലും തുടക്കലും. ഇത് അവിടെ ഒരു വാഴ, ഇവിടെ ഒരു കുന്നുണ്ട്. അവരെ വീട് ഒരു കുന്നിന്റെ മേലെ ആദ്യത്തെ പറമ്പിലാ വീട്ടിൽ നിന്ന് കേക്ക് കൊടുത്ത് ഇനി പറയുന്ന ഇത് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഏത് വഴിയാ ഇവൻ ആലച്ചൂടെ ഉണ്ടാവും. ആലച്ചൂടെ ഇവിടെ വന്ന് മുട്ടുവല്ല. അപ്പൊ ഇതിനൊക്കെ ഏതെങ്കിലും ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് അറിയുന്നില്ല.
ലോങ് വീഡിയോ ഇടാൻ വേണ്ടി പിന്നെ ഷോർട്സ് വീഡിയോ ആക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടെങ്കിലും ചെയ്ത് ലോങ് വീഡിയോ ഇട്ടാൽ യൂട്യൂബിൽ റീച്ച് ആയിട്ട് പണിയെടുക്കാണ് പൈസ അമ്മ മറ്റേ സാധനങ്ങളാക്കിയില്ലേ അതിൻ്റെ എല്ലാം ഓരോരുത്തർ ചോദിക്കുമായിരുന്നു പിന്നെ അതിന് ഇതായിട്ട് പോകും ഓരോ വീഡിയോസ് ഞാൻ നിങ്ങളോടാ പറയുന്നത് എന്റെ അച്ഛനെ കേൾക്കും അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായി മറ്റേ പൊട്ടറ്റോ മറ്റേ അതിന്റെ ഇത് എഴുതിയിട്ട് ഞാൻ 10,000 വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ വിദ്യ വീഡിയോ കുറെ ക്ലാരിറ്റി കുറവുണ്ട്. അവരൊന്ന് ഊത്തല്ലേ നമ്മളെ ഡ്രൈവർ വിളക്കുകയാണ് കൈ